ഞാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. എവറി ടൈം ഐ വാസ് ലൈക്ക് സേയിങ് ഐ ആം മെയിൻറ്റെയിനിങ്. ഇത്തവണ ഞാൻ പേഴ്സണൽ ട്രെയിനിങ് എടുക്കണം എന്നൊരു പ്ലാൻ ഉണ്ട്. എൻ്റെ ഡയറ്റോ എൻ്റെ വർക്ക്ഔട്ട് ഷെഡ്യൂളോ അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളോ ഞാനിപ്പോൾ ജിമ്മിലേക്ക് പോകാൻ റെഡിയായി. പ്രീ വർക്ക്ഔട്ട് മീൽ എടുത്തു. ഇതിൻ്റെ ബാഗൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി റൂമിലേക്ക് വന്നതാ. ഇന്ന് ആംസ് ഡേ ആണ്. എന്താ പറയുക, 4 വർക്കൗട്ട് ബൈസെപ്സിനും 4 വർക്കൗട്ട് ട്രൈസെപ്സിനും ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. സോ ലെറ്റ് സി എനർജി എങ്ങനെ ആയിരിക്കും. ഇന്നലെയും മിനിഞ്ഞാന്ന് എനർജി കുറച്ച് കുറവായിരുന്നു. ഞാൻ എന്താ പറയുക, സ്ലീപ്പൊക്കെ കുറച്ച് ബാഡാണ് ഇപ്പോൾ. പക്ഷെ ഇന്നലെ ഞാൻ നല്ലോണം ഉറങ്ങി. അപ്പോൾ ഇന്നോട്ട് കറക്റ്റ് ഉറങ്ങണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഒരു 6 പോട്ടെ 7-8 മിനിമം ഉറങ്ങണം എന്നാണ് വിചാരിക്കുന്നത്. 7 to 8 hours. എന്നോട് ട്രെയിനർ പറഞ്ഞത് 8 to 9 hours എന്നാണ്. 9 hours എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. ബട്ട് ഇഫ് ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഞാനൊരു സ്ലീപ്പ് ലവറാണ്. അതായത് ഒരുപാട് ഉറങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ട്രെയിനർ ഇന്ന് എനിക്ക് ഡയറ്റും വർക്കൗട്ട് ഷെഡ്യൂളും അയച്ചു തന്നിട്ടുണ്ട്. വർക്കൗട്ട് ഷെഡ്യൂൾ ഞാൻ നെക്സ്റ്റ് മൺഡേ തൊട്ട് ഫോളോ ചെയ്യും. ഇന്ന് എന്ത് ദിവസമാണെന്ന് ഓർമ്മയില്ല. തേഴ്സ്ഡേ ആണെന്ന് തോന്നുന്നു. തേഴ്സ്ഡേ ആണ് ഇന്ന്. അപ്പം ഞാൻ ആംസ് ഡേ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ യൂഷ്വൽ ഷെഡ്യൂൾ തന്നെ ഈ ആഴ്ച ഫോളോ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് പുള്ളിയുടെ ഷെഡ്യൂളിൽ എന്താ പറയുക, ലെഗൊക്കെ മൺഡേ ഒക്കെയാണ്. അപ്പോൾ ലൈക്ക് ഇപ്പോഴത്തെ ഷെഡ്യൂൾ ബ്രേക്ക് ആവും, ഫുൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഞാൻ മൺഡേ ഫ്രഷ് ആയിട്ട് പുള്ളിയുടെ ഷെഡ്യൂൾ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഡയറ്റ് പക്ഷേ ഞാൻ നാളെ തൊട്ട് പുള്ളിയുടെ ഡയറ്റ് ഫോളോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ യൂഷ്വലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇപ്പോഴത്തെ ഒരു ഇത്. ഞാൻ മുമ്പ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എവിടെ പ്രോട്ടീൻ ഉണ്ടോ അവിടെ ഉണ്ട് ഞാൻ എന്നുള്ള രീതിയിലായിരുന്നു ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ എത്രത്തോളം എനിക്കത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഫോളോ അപ്പ് ചെയ്യും, എന്തായാലും ഉറപ്പായിട്ടും ചെയ്യും. ഇറ്റ് മൈറ്റ് നോട്ട് ബി ഈസി ബട്ട് ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ ഫോർ ഷുവർ. സോ അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും. ആൻഡ് ടിപ്പിക്കൽ ജിം വ്ലോഗ് പോലെ കംപ്ലീറ്റ് വർക്ക്ഔട്ട്, അതായത് ഈച്ച് ആൻഡ് എവറി സെറ്റ്, ഈച്ച് ആൻഡ് എവറി റെപ്പ് എന്നുള്ള രീതിയിലൊന്നും ഞാൻ വീഡിയോ എടുക്കില്ല. ഈ സീരീസിൽ അല്ലെങ്കിൽ ഈ എപ്പിസോഡിൽ ഞാൻ എടുക്കാൻ പോകുന്നത് ജസ്റ്റ് എന്തൊക്കെയാണ് വർക്ക്ഔട്ട് എന്ന് പറഞ്ഞു പോകും. സോ ദാറ്റ് ഇസ് ഇറ്റ്. സോ ലെറ്റ്സ് ഗോ ടു ജിം. ഇന്ന് ബൈസെപ്സ് ചെയ്യാന്ന് വെച്ചിട്ടാണ് വന്നത്. പക്ഷെ ട്രെയിനർ പറഞ്ഞ് ലെഗിന് ചെയ്തു വന്നു. അപ്പൊ ഇന്ന് ലെഗ് വർക്ക്ഔട്ട് ആണ്, ലെഗ് ഡേ ആണ്. സോ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് വർക്ക്ഔട്ട് എന്നാ ചോദിച്ചിട്ട് വരാം. സോ ഫസ്റ്റ് ഹാംസ്ട്രിങ് കേളാണ്. 4 സെറ്റ് 20 റെപ്പ് വെച്ചിട്ട് 20 റെപ്പ് പോകാൻ നോക്കാം. സോ അടുത്ത വർക്ക്ഔട്ട് ലെഗ് എക്സ്റ്റൻഷൻ 4 സെറ്റ് 20 റെപ്പ് വെച്ചിട്ട് ഷോർട്ടിലോടെയാ. സോ നെക്സ്റ്റ് വർക്ക്ഔട്ട് ഡംബിൾ സ്ക്വാട്ട് ആണ്. ഇതിന്റെ ഷേപ്പും പേരെന്താ അറിയില്ല, ഞാൻ കളിച്ച് കാണിക്കാം. സെക്കൻഡ് സെറ്റ് ആണ്. ഫസ്റ്റ് സെറ്റ് കളിച്ചു കഴിഞ്ഞു. ട്രെയിനിന്റെ അടുത്തുള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നെക്സ്റ്റ് വർക്ക്ഔട്ട് ലെഗ് പ്രസ് ആണ്. ഫുൾ റേഞ്ച് ഓഫ് മോഷൻ 20 റെപ്സ്. അതുകൊണ്ട് ഞാനിപ്പോ അധികം വെയിറ്റ് ലോഡ് ചെയ്തിട്ടില്ല. 100 kg ലോഡ് ചെയ്തു. 50-50 ഈച്ച്. സോ ഫസ്റ്റ് സെറ്റ് കഴിഞ്ഞിട്ട് നോക്കാം എത്ര വെയിറ്റ് ആഡ് ചെയ്യണമെന്നുള്ളത്. നെക്സ്റ്റ് സെറ്റ് 1 2 3. സോ അടുത്ത വർക്കൗട്ട് സ്മിത്ത് മെഷീനിൽ ഹാഫ് റേസ് 20 റെപ്പ് 4 സെറ്റ്. ലെറ്റ്സ് ഡു. അത് കഴിഞ്ഞു വീട്ടിൽ പോവാം. കാർഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, ഇനി പറ്റുമെന്നറിയില്ല. പറ്റുമെന്നുണ്ടായാലും ചെയ്തേ പോകുള്ളൂ. കാരണം ലോഡ് ചെയ്തിട്ട് ചെയ്യാനാ പറഞ്ഞത്. അപ്പോൾ 20 kg ഈച്ച് ഇട്ട് നോക്കാം. പോവായിരിക്കും. പോവില്ലെങ്കിൽ വെയിറ്റ് കുറക്കാം. 20 റെപ്സ് ആയതുകൊണ്ടാണ് സംശയം. kg ഈച്ച് ഇട്ടിട്ട് ഓൾമോസ്റ്റ് 30 റെപ്സ് പോയി. അപ്പോൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ പോയി. സോ
ലഗേജ് വെച്ച് ലോഡ് ചെയ്യാമെന്ന് തോന്നുന്നു. വർക്കൗട്ട് കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് സൈക്കിൾ ചെയ്തിട്ട് പോകാമെന്ന് വെച്ചു. ഫുള്ള് നനഞ്ഞു. ഇനിയിപ്പോൾ അമ്മേൻ്റെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരും. നനഞ്ഞത് മാത്രമല്ല, കുറച്ച് ലേറ്റായി വീട്ടിൽ തിരിച്ചെത്താൻ. പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 3 മണിക്കൂറിന് മുകളിലായി ഇവിടുന്ന് പോയിട്ട്. ഒന്നും പറയണ്ട. ഓക്കെ, സോ ഫൈനലി ഞാൻ ജിമ്മൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പോൾ ആസ് യൂഷ്വൽ ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ, അത് നിർബന്ധ. നല്ല വിശപ്പാണ്, എന്താണെന്ന് അറിയില്ല. വർക്കൗട്ട് ഞാൻ ഇന്ന് തീരെ പ്രിപ്പയർഡ് അല്ലായിരുന്നു ലെഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ട്രെയിനർ പറഞ്ഞു ഇന്നലെ ഷോൾഡർ ചെയ്തുകൊണ്ട് ഇന്ന് ലെഗ് ചെയ്തോ, ആംസ് ചെയ്ത് കഴിഞ്ഞാൽ റിക്കവറി ഉണ്ടാവില്ല മസിലിനെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനിപ്പോൾ പോസ്റ്റ് വർക്കൗട്ട് എപ്പോഴും ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ എടുക്കാറുണ്ട്. എല്ലാവരും പോലെ നത്തിങ് സ്പെഷ്യൽ, നത്തിങ് ഡിഫറെൻറ്റ്. ഞാനിപ്പോൾ ഡയറ്റിലാണ്. പക്ഷേ ഞാൻ ഡയറ്റിലാണെന്ന് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു സമയം എപ്പോഴാന്ന് വെച്ചാൽ ഈ വേ പ്രോട്ടീൻ ക്രിയാറ്റിനൊക്കെ കഴിക്കുമ്പോഴാണ്. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഒരു നല്ല സ്വീറ്റ്നെസ് ഫീൽ ചെയ്യും. പക്ഷെ നോക്കുമ്പോൾ ആഡഡ് ഷുഗർ ഉണ്ടാവില്ല. സോ ഡയറ്റിലാണെന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാം ഇത് കഴിക്കുമ്പോൾ. സോ ഇത് മസിലിബിൾസിന്റെ ബ്ലൂ ടോക്കോയ് കോഫി ഫ്ലേവർ ആണിത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഓട്സിന്റെ കൂടിയും അടിപൊളിയാണിത്. അതായത് പാല് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല അടിപൊളിയാണ് ഈ ഒരു പെർട്ടിക്കുലർ ഫ്ലേവർ. മസിൽ ബ്ലേസിന്റെ ഫ്ലേവർ ഞാൻ മാംഗോ ട്രൈ ചെയ്തിട്ടുണ്ട്, അതും അടിപൊളിയാണ്. സോ അങ്ങനെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ക്രിയാറ്റിൻ GNCയുടെ ഓറഞ്ച് ഫ്ലേവേർഡ് ആണ്. ഇതെനിക്ക് അരുൺ തന്നതാണ്, അരുൺ ഉദയൻ. സോ അവന്റെ സ്റ്റാക്കിൽ നിന്ന് അരുൺ ഉദയൻ എനിക്ക് തന്നതാണ്. ഇതും നല്ല ടേസ്റ്റ് ആണ്. എന്താ പറയാ, നല്ലൊരു ജ്യൂസ് കുടിക്കുന്ന ഒരു ഫീൽ ഉണ്ട്. പക്ഷെ ഇത് ഇത്ര കാലറി ഉണ്ട്, ഇത്ര ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. പക്ഷെ എന്നാലും ഇത് കുടിച്ചിട്ട് വയറ് നിറയില്ല. എന്താ പറയാ, സോളിഡ് ഫുഡ് കഴിച്ചാലേ എനിക്ക് പേഴ്സണലി ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അമ്മ ചിക്കൻ ആക്കി വെച്ചിട്ടുണ്ട്. സോ ആസ് എവ്രിബഡീസ് മദർ, എൻ്റെ അമ്മ ഈ കാര്യത്തിൽ ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പ്രത്യേകിച്ച് അമ്മ, എനിക്ക് അമ്മക്കറിയാം ഞാൻ 2 മണിക്കൂർ 3 മണിക്കൂർ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെന്ന്. സോ എന്ത് കാരണവശാലും അമ്മ എനിക്ക് ഡയറ്റ് പ്രോപ്പറായിട്ട് ഉണ്ടാക്കി തരും. ഡയറ്റ് ആസിൻ ചിക്കൻ, മുട്ട, റൈസ്, വാട്ട് എവർ ഞാൻ പറയുന്ന സാധനം ഉണ്ടാക്കി തരും. അടുത്ത ഒരു വ്ളോഗ് വരുന്നവരേക്കും ബൈ.